അങ്ങനെ ദുബായ് വൈറലായ ഈ ഒരു ഇഫ ചിക്കൻ ഞാനും ട്രൈ ചെയ്തു. എങ്ങനെ ട്രൈ ചെയ്യാതിരിക്കുക? യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബഹളം തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് ഇഫ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ വേണം. ചിക്കൻ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വിനീഗറും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. ഒരു 1 hour റെഫ്രിജറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതൊന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു സോസ് പ്രിപ്പയർ ചെയ്യണം. സോസിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു ജാർ എടുത്ത് അതിലേക്ക് ബോയിൽ ചെയ്ത് എഗ് വൈറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളി ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഇനി ചീസും കുറച്ച് പാലും ഓയിലും കൂടെ ആഡ് ചെയ്താൽ നമുക്കൊരു തിക്ക് സോസ് നമുക്ക് കിട്ടും. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ടാവും. മാക്സിമം ഒരു 1/2 hour, അതിൽ കൂടുതൽ വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടായി അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് മതി, കാരണം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ചിക്കൻ ഓരോരോ പീസായിട്ട് നമുക്ക് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫോർക്ക് വെച്ച് നന്നായി കുത്തി കൊടുക്കുക. അപ്പോഴേ ഈ ഫ്ലേവേഴ്സ് ഒക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങുള്ളൂ. ഒരു ഭാഗം കുക്കായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സോസ് മേലെ സ്പ്രെഡ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇഫ ചിക്കൻ കുറച്ചൊരു ഹെവി ഐറ്റം തന്നെയാണ്. കാരണം ചീസും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ടമ്മി വിൽ ബി വെരി ഫുൾ. അപ്പം ഇതുവരെ ഈ റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് അറിയിക്കുക. അൻറ്റിൽ ദ വെരി നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ.